നിമിഷം മാതാവിൻ ചാരേ ചെല്ലുന്നു ജപമാല വഴിയാ. കയ്യിലിരിക്കുന്ന ഉണ്ണീശോയുടെ ചാരേ ഞാനുമിരിക്കും. എന്തു നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. എന്തു നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. അമ്മയിലേക്ക് ഇരുകരങ്ങൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് ഉറക്കെ ആവേ മരിയ, പരിശുദ്ധ അമ്മയെ സ്തുതിച്ചുകൊണ്ട് ആവേ മരിയ എന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ആവേ മരിയ, അമ്മേ മരണമേ, അമ്മേ വരണമേ, എന്റെ ജീവിതത്തിലെ ഇടപെടണമേ. ആവേ മരിയ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. അമ്മയുടെ സാന്നിധ്യം അനുഭവിച്ച് പ്രാർത്ഥിക്കട്ടെ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. എന്റെ ജീവിതത്തിൽ, എന്റെ ശരീരത്തിൽ, എന്റെ രോഗപീഠയിൽ, എനിക്ക് ആശ്രയമില്ലാത്ത അവസരങ്ങളിൽ, ഞാൻ ഒറ്റപ്പെട്ടു പോകുന്ന അവസരത്തിൽ, ഞാൻ നിരാശപ്പെടുമ്പോൾ, ഞാൻ വേദനയിൽ കഴിയുമ്പോൾ, ഞാൻ രോഗപീഠയിൽ കഴിയുമ്പോൾ, എന്റെ മക്കൾ വഴിതെറ്റി പോകുമ്പോൾ, പരീക്ഷകൾ വിജയമില്ലാതിരിക്കുമ്പോൾ, എന്റെ ജീവിത പങ്കാളി എന്നെ ഒറ്റപ്പെടുത്തുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവർ എന്നെ ഒറ്റപ്പെടുത്തുമ്പോൾ, അമ്മേ വരണമേ, അമ്മേ വരണമേ, അമ്മേ വരണമേ, അമ്മേ വരണമേ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ കന്യാമാതാവേ. എല്ലാവരും ചേർന്ന് ആവേ മരിയ കന്യാമാതാവേ. അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ. അമ്മേ എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. ആവേ മരിയ കന്യാമാതാവേ. ആവേ മരിയ കന്യാമാതാവേ. സ്വതന്ത്രമായി സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ, അഭിഷേകം നിറയ്ക്കണമേ, അഭിഷേകം നിറയ്ക്കണമേ, പരിശുദ്ധാത്മാവേ, അഭിഷേകം നിറയ്ക്കണമേ. കരങ്ങളടിച്ചുകൊണ്ട്, കരങ്ങളടിച്ചുകൊണ്ട് എല്ലാവരും പാടി പ്രാർത്ഥിക്കട്ടെ. നന്നായി കരങ്ങളടിച്ചുകൊണ്ട്, നന്നായി കരങ്ങളടിച്ചുകൊണ്ട്. യേശുനാഥന്റെ വാഗ്ദാനമേ, സ്വർഗീയ ചൈതന്യമേ. യേശുനാഥന്റെ വാഗ്ദാനമേ, സ്വർഗീയ ചൈതന്യമേ. ത്രിത്വത്തിൽ മൂന്നാമനാം ദൈവമേ, ഞങ്ങളിൽ നിറയണമേ. ത്രിത്വത്തിൽ മൂന്നാമനാം ദൈവമേ, ഞങ്ങളിൽ നിറയണമേ. കരമുയർത്തി. ശക്തിതൻ അഭിഷേകം, അഗ്നിതൻ അഭിഷേകം, വിശുദ്ധിതൻ അഭിഷേകം, ദാസരിലേഖണമേ. ശക്തിതൻ അഭിഷേകം, അഗ്നിതൻ അഭിഷേകം, വിശുദ്ധിതൻ അഭിഷേകം, ആമേൻ. ദാസരിലേഖണമേ. അഭിഷേകം നിറയട്ടെ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറയട്ടെ. ശക്തിയോടെ കരങ്ങളടിച്ചുകൊണ്ട് പാടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മുടെ ജീവിതം നിറയട്ടെ, എല്ലാ നിയോഗങ്ങളിലും നിറയട്ടെ, രോഗപീഠകളിൽ നിറയട്ടെ, അസ്വസ്ഥതകളിൽ നിറയട്ടെ. സമാധാനം നിറയുവാൻ വേണ്ടി, നിരാശ നീങ്ങി പോകുവാൻ വേണ്ടി ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. നന്നായി കരങ്ങളടിച്ചുകൊണ്ട് ഏലിയായിൽ നിറഞ്ഞവനെ,
ഏലീശായിൽ കവിഞ്ഞവനേ, ഏലിയായിൽ നിറഞ്ഞവനേ, ഏലീശായിൽ കവിഞ്ഞവനേ, സ്വർഗീയ വാഗ്ദാന ചൈതന്യമേ അഭിഷേകം ചെയ്തിടണേ, സ്വർഗീയ വാഗ്ദാന ചൈതന്യമേ അഭിഷേകം ചെയ്തിടണേ. ശക്തിതൻ അഭിഷേകം കരങ്ങളുയർത്തിയടിച്ച് അഗ്നിതൻ അഭിഷേകം, ആമേൻ. വിശുദ്ധിതൻ അഭിഷേകം, ആമേൻ. ദാസരിലേഖണമേ, ആമേൻ. ശക്തിതൻ അഭിഷേകം, ആമേൻ. അഗ്നിതൻ അഭിഷേകം, വിശുദ്ധിതൻ അഭിഷേകം, ദാസരിലേഖണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരം താഴ്ത്തി കരങ്ങളടിച്ചുകൊണ്ട് സ്ത്രീകന്മാരിൽ നിറഞ്ഞവനേ, കന്യാമറിയത്തിൽ കവിഞ്ഞവനേ, സ്ത്രീകന്മാരിൽ നിറഞ്ഞവനേ, കന്യാമറിയത്തിൽ കവിഞ്ഞവനേ, സ്വർഗീയ വാഗ്ദാന ചൈതന്യമേ അഭിഷേകം ചെയ്തിടണേ, സ്വർഗീയ വാഗ്ദാന ചൈതന്യമേ അഭിഷേകം ചെയ്തിടണേ. ശക്തിതൻ അഭിഷേകം, അഗ്നിതൻ അഭിഷേകം, ആമേൻ. വിശുദ്ധിതൻ അഭിഷേകം, ദാസരിലേഖണമേ, ശക്തിതൻ അഭിഷേകം, ആമേൻ. അഗ്നിതൻ അഭിഷേകം, വിശുദ്ധിതൻ അഭിഷേകം, ദാസരിലേഖണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ശക്തിപ്പെടട്ടെ, ഉയർത്തിയിരിക്കുന്ന കരങ്ങൾ ശക്തിപ്പെടട്ടെ, അഭിഷേകം നിറയട്ടെ, ഓരോ കരങ്ങളും ബലപ്പെടട്ടെ, ശരീരത്തിലേക്ക്, മനസ്സിലേക്ക്, ആത്മാവിലേക്ക് പരിശുദ്ധാത്മാഭിഷേകം ശക്തി സ്പർശിക്കട്ടെ. കരങ്ങളടിച്ചുകൊണ്ട് പാടി പ്രാർത്ഥിക്കാം. നിറഞ്ഞവനേ, ദാവീദിൽ കവിഞ്ഞവനേ, ദാനിയേൽ നിറഞ്ഞവനേ, ദാവീദിൽ കവിഞ്ഞവനേ, സ്വർഗീയ വാഗ്ദാന ചൈതന്യമേ അഭിഷേകം ചെയ്തിടണേ, സ്വർഗീയ വാഗ്ദാന ചൈതന്യമേ അഭിഷേകം ചെയ്തിടണേ. ശക്തിതൻ അഭിഷേകം, അഗ്നിതൻ അഭിഷേകം, അഭിഷേകത്തോടെ വിശുദ്ധിതൻ അഭിഷേകം, ദാസരിലേഖണമേ. എല്ലാവരും ചേർന്ന് സർവ്വയർത്തി. ശക്തിതൻ അഭിഷേകം, അഗ്നിതൻ അഭിഷേകം, ആമേൻ. വിശുദ്ധിതൻ അഭിഷേകം, ദാസരിലേഖണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വസ്ഥമായിരിക്കാം. പ്രാർത്ഥനയോടുകൂടി നമുക്ക് വിശുദ്ധ ബലിയിലേക്ക് തുടർന്നുള്ള ശുശ്രൂഷകളിൽ നമുക്ക് പങ്കുചേരാം. വിമോചനത്തിൻ്റെ ശുശ്രൂഷകളിലേക്ക് ബഹുമാനപ്പെട്ട ജോസ്പതി അടുത്തച്ഛനാണ് നമ്മുടെ ശുശ്രൂഷ നേതൃത്വം. നമുക്കറിയാം നമ്മുടെ ആത്മീയ പിതാവ് അച്ഛനോട് ചേർന്ന് ബലി അർപ്പിച്ച് പ്രാർത്ഥനയെ പങ്കുചേർന്ന് വലിയ വിമോചനം നേടുവാൻ ആഗ്രഹത്തോടെ
നമ്മുടെ എല്ലാ നിയോഗങ്ങളും, പ്രത്യേകിച്ച് നമ്മൾ സമർപ്പിക്കുന്ന ഈ ശുശ്രൂഷയിൽ സമർപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിയോഗങ്ങളിൽ ഈ ഒരു മാസക്കാലം നമ്മൾ നേടിയെടുക്കുവാനുള്ള എല്ലാ ആഗ്രഹങ്ങളെയും ഈശ്വരകാരങ്ങളിലേക്ക് കൊടുക്കാം. പരിശുദ്ധ റോസമ്മസിക മാതാവിൻ്റെ വിമല ഹൃദയത്തിലൂടെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കാം. അനുഗ്രഹം നേടി നമുക്ക് പ്രാർത്ഥനയോടുകൂടി തിരികെ പോകുവാൻ ആഗ്രഹിച്ച് ശുശ്രൂഷയിൽ പങ്കെടുക്കാം. ഇന്നത്തെ ശുശ്രൂഷകൾ ഏറ്റെടുത്ത് നടത്തുന്നവരും പ്രത്യേകം നമ്മളോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആൻമരിയ, സെബാസ്റ്റ്യൻ, ബെന്നറ്റ്, എബിൻ, ജോർജ്, ബിനി, പ്രീതിരാജ്, പ്രിൻസ്, ജിജി പൗലോസ്, അനു തോമസ്, ജിബിൻ, ആന്റോണിയോ, ഏഡൻ, അലീന, റോസ്, ലിൻസൺ, ഫ്രാൻസിസ്, കാർമേലി, ജോഷി, ആനി, റോക്കി ഫാബി, അഡ്രീന, തെരേസ ഫാമി, ആഷ്നി മരിയ, ജെഫ്രി, ടീന, ഡിഗ്സ്, ഫ്രോണി, അന്ന, സാമുവേൽ, സൂസൻ, ജേക്കബ്, സൂസൻ, ആൻ, ഡേവിഡ്, ജോൺ, എലിസബത്ത്, സെഫാനിയ, ടാനിയ, ക്രിസ്റ്റൻ, സ്മിത, ജോർജ്, ആഷ്വിൻ, അനില, ആഡോൺ, ഡാൻഡോ, ജോവന്ന, നെബിൻ, ജൈജു, റോസ്ലി ജോസഫ്, ലിസി വർക്കി, അൻവിൻ, എമിൻ, എബിൻ, ആശംസ്, സിന്ധു, സ്നേഹ, സെബിൻ, ഡേവിസ്, സാന്ദ്ര, ജേക്കബ്, റണി, റോസ്, എൽസ, ഫിലോമിന, ബിന്ദു, ഡമീസൺ, ഫെബി, ലിജി, ഫ്ലവർലെറ്റ്, ഏഞ്ചൽ, അക്ഷയ, റോസ്, അന്ന, രാജി, ആന്റണി, ലിസബേൽ, ലിയാൻ, സെബാസ്റ്റ്യൻ, റോസ്മേരി, ടീൻസ്, ഏഞ്ചൽ, എഡ്വിൻ, ഹെലേന, അന്ന, ഡെൻസിൽ, കാൽവിൻ, കിരൺ, വരുൺ, ഡാനി, ഹെയ്സൽ, സോബി, ഡൈൻറ്റ്, അമൽ, സോളി, ആൻഡ്രിയ, ആദ്രസ്, മാർട്ടിൻ, അലീന, ജോയൽ, സോണിയ, ജാസ്മിൻ, ജോർജ്, ലിസി, നൈസി, ലിൻസി, ഡിയോ, ദിയ, ആൻറ്റു. ഈ മാസം 7-ാം തീയതി നേതൃത്വം സ്വീകരിക്കുന്ന സിസ്റ്റർ ഫ്ലെസി എന്നിവരെയും സമർപ്പിച്ചുകൊണ്ടും ഇവിടെ കൂടിയിരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രത്യേകമായ നിയോഗങ്ങളെയും അൽത്താരെ സമർപ്പിച്ച് ഓൺലൈനിലൂടെ ശുശ്രൂഷ പങ്കെടുക്കുന്നവരെയും ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വന്തമായി പ്രാർത്ഥനയോടുകൂടി ശുശ്രൂഷയിൽ പങ്കെടുക്കാം. ഈശോ നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ട പ്രിയ സഹോദരി സഹോദരന്മാരെ, കർത്താവിൻ്റെ സന്നദ്ധയിൽ പരിശുദ്ധ അമ്മയുടെ സ്തുതിക്കായി ബലിയർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഈ മാസാദ്യ ശനിയാഴ്ച ദിവസം, പ്രത്യേകിച്ച് 1917 പരിശുദ്ധ മാതാവ് ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ട് ആ ദൈവിക സന്ദേശങ്ങൾ വെളിപ്പെടുത്തിയ കാലം മുതലാണ് ആദ്യശനി ആചരണം സഭയിൽ ശക്തമായിട്ട് തീർന്നത്. മാസാദ്യ വെള്ളിയാഴ്ച ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിതമാണെങ്കിൽ, മാസാദ്യ ശനിയാഴ്ചകൾ പരിശുദ്ധ മാതാവിൻ്റെ തിരുഹൃദയത്തിന്, വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതമാണ്. അതുകൊണ്ടാണ് ആദ്യ ശനിയാഴ്ചകളെ നമ്മൾ വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് നിരന്തരമായി പ്രത്യേകിച്ച് 9 മാസാദ്യ ശനിയാഴ്ചകളെ പ്രാർത്ഥിച്ച് നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിന് പ്രത്യേക അനുഗ്രഹം ലഭിക്കാനുള്ള കാരണം അതാണ്. പരിശുദ്ധ അമ്മയുടെ സ്തുതിക്കായി ഈ ബലി അർപ്പിക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്ന നമുക്ക് ഇന്ന് ഈശോ നൽകുന്ന സന്ദേശങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ട്. പ്രത്യേകിച്ച് വിശുദ്ധ പൗലോസ്ലീഹ നമുക്ക് നൽകുന്നതായ സ്നേഹോപദേശം അതാണ്. നമ്മൾ തിന്മയെ ദ്വേഷിക്കണം, നന്മ ചെയ്യാൻ പരിശീലിക്കണം. വിശുദ്ധ സുവിശേഷത്തിലൂടെയും ഈശോ നമുക്ക് കാണിച്ചു തരുന്ന കാര്യം, അല്ലെ പ്രബോധിപ്പിക്കുന്ന കാര്യവും അതാണ്. കർത്താവ് നമ്മളോട് പറയുന്നു, നിങ്ങൾ കേട്ടിട്ടുള്ളത് നിങ്ങളുടെ സ്നേഹിതരെ അല്ലെങ്കിൽ അയൽക്കാരെ സ്നേഹിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക എന്നതാണ് സാമാന്യ മനുഷ്യനീതിയായിട്ട് നമ്മൾ കാണുന്നത്. അപ്പം ശത്രുക്കളെ സ്നേഹിക്കുന്ന ആ ഒരു ഭാവം എല്ലാ രാജ്യങ്ങളിലും, എല്ലാ ദേശങ്ങളിലും, എല്ലാ കാലങ്ങളിലും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് യഹൂദരുടെ ജീവിതത്തിലും അതെ, അയൽക്കാരെ സ്നേഹിക്കണം, ശത്രുക്കളെ ദ്വേഷിക്കണം. ഇതായിരുന്നു അവരുടെ മോറൽ കോഡ് എന്ന് പറയുന്നു. എന്നാൽ ഈശോ വന്ന് പഠിപ്പിക്കുകയാണ്, നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കണമെന്നാണ് ഈശോ പഠിപ്പിച്ചത്. ഇതാണ് ക്രിസ്ത്യാനികളുടെ മുഖമുദ്രയായിട്ട് നമ്മൾ പറയാറുള്ളത്. കാരണം മറ്റെല്ലാ മതങ്ങളിലും ഈ ഒരു തലം കാണില്ല. സ്നേഹിതരെ അല്ലെ അയൽക്കാരെ, നമുക്ക് നന്മ ചെയ്യുന്നവരെ സ്നേഹിക്കാം, നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവരെ സ്നേഹിക്കാം. പക്ഷെ മറ്റുള്ളവരെ സ്നേഹിക്കുന്ന കാര്യം, പ്രത്യേകിച്ച് നമുക്ക് ദ്രോഹം ചെയ്യുന്നവരെ
സ്നേഹിക്കുന്ന കാര്യം പറഞ്ഞാൽ അത് മനസ്സിലാവില്ല പല മതങ്ങൾക്കും. പക്ഷെ ക്രിസ്തീയ മതത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റിയാണത്, ശത്രുക്കളെ സ്നേഹിക്കുക എന്നുള്ളത്. പലപ്പോഴും നമ്മൾ സഭാചരിത്രം പഠിക്കുമ്പോൾ അവിടെ മതപീഡനങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കും. സഭാചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണത് മതപീഡനങ്ങൾ, സഭയ്ക്കുണ്ടായ മതപീഡനങ്ങൾ. യേശുവിനെ വധിക്കപ്പെട്ടു, യേശുവെ വധിച്ചെങ്കിലും അവിടുന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു, ജീവിക്കുന്ന ദൈവമായിട്ടെന്നും വാഴുന്നു. അപ്പം ആ യേശുവിൽ വിശ്വസിച്ച് ശിഷ്യഗണങ്ങളായി തീർന്നവരെ ഉന്മൂലനം ചെയ്യുവാൻ വേണ്ടി ആദ്യകാലത്ത് യഹൂദരും പിന്നീട് റോമാക്കാരും ഒത്തിരിയേറെ പരിശ്രമിച്ചു. അനേകരെ പിടിച്ച് ബന്ധിച്ച് വധിച്ചു കളഞ്ഞു. അതിൽപ്പെട്ടതാണ് പൗലോസ്ലീഹ പോലും. സൗൽ അവൻ ഓടി നടന്നത് യഹൂദരുടെ മേലാളായിട്ടാണ്. എന്തിനാണ്? ക്രിസ്തുമാർഗം സ്വീകരിച്ചവരെ ബന്ധിച്ച് ഇല്ലാതെയാക്കുവാൻ, ജെറുസലേമിൽ കൊണ്ടുവന്ന് കല്ലെറിഞ്ഞ് കൊല്ലാൻ വേണ്ടിയാണ് അവൻ പരിശ്രമിച്ചു കൊണ്ടിരുന്നത്. അതിനുള്ള അധികാരപത്രവുമായിട്ടാണ് ഡമാസ്കസിലേക്ക് അവൻ പോയത്. പക്ഷെ ആ പോകുന്ന വഴിയാണ് കർത്താവ് പൗലോസിനെ തൊട്ടത്. പൗലോസിനെ ആ ഇടിമിന്നലിൻ്റെ ഒരു അനുഭവം കൊടുത്ത് അവന് നിലത്തിട്ട ശേഷം കർത്താവേ എന്ന് ആരാണെന്ന് ചോദിച്ചപ്പോഴാണ് സൗൾ സൗൾ നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരമായി കർത്താവേ ആരാണെന്ന് ചോദിച്ചപ്പോഴാണ് ഈശോ, ആ ഉദ്ധിതനായ കർത്താവ്, എന്നും ജീവിക്കുന്നവനായ ഈശോ അവനോട് പറഞ്ഞു, നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ. ആ ഒരു ഒറ്റ വചനമാണ് സൗളിനെ പൗലോസാക്കി മാറ്റിയത്. പക്ഷെ അതുകൊണ്ട് അവസാനിച്ചില്ല. പിന്നീട് നമ്മൾ കാണുന്നു ജെറുസലേമിലും യൂദയായിലും എല്ലായിടത്തും ഈ മതമർദ്ദനങ്ങളാണ്. കാരണം ആ ക്രിസ്ത്യാനികളുടെ ഒരു ഐഡന്റിറ്റി ശത്രുസ്നേഹമാണ്. അതുകൊണ്ട് അവരെത്ര പീഡിപ്പിച്ചാലും മറുവശത്ത് അവരെ പീഡിപ്പിക്കില്ലായിരുന്നു, അല്ലെ തങ്ങളെ പീഡിപ്പിക്കുന്നവരെ ഇല്ലാതാക്കാനുള്ള യുദ്ധങ്ങൾ ചെയ്യില്ലായിരുന്നു, അതിനുവേണ്ടിയുള്ള പണികളെടുക്കില്ലായിരുന്നു. എല്ലാവരും നിന്നു കൊടുക്കുക. ഇന്നും നമുക്ക് മനസ്സിലാകാത്ത, ഇന്നിപ്പോൾ നമ്മൾ വാർത്തകൾ വായിക്കുന്നുണ്ട്, നൈജീരിയയിലും സുഡാനിലുമൊക്കെ ക്രിസ്ത്യാനികളെ തട്ടിക്കൊണ്ടുപോയി വധിക്കുന്നതും പീഡിപ്പിക്കുന്നതും ഒക്കെ നമ്മൾ വീഡിയോയിലൊക്കെ കാണുന്നുണ്ട്. അല്ലെ ആ 21 ക്രിസ്ത്യാനികളെ, ഓർത്തഡോക്സ് ക്രിസ്ത്യാനികൾ, ഗ്രീക്ക് ഓർത്തഡോക്സ് പയ്യന്മാരെ, ആ മുഹമ്മദിയരെ പ്രത്യേകിച്ച് കൊന്നുകളഞ്ഞത് കടൽ തീരത്ത് വെച്ച്, അതെല്ലാം പീഡനങ്ങളാണ്. പക്ഷെ ആ പീഡനത്തിന് മുമ്പിലും ശാന്തതയോടെ നിൽക്കുന്ന വിശ്വാസികൾ ഈശോയുടെ പ്രബോധനമാണ്. നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾ സ്നേഹിക്കണം, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, ശപിക്കുന്നവരെ അനുഗ്രഹിക്കണം. ശപിക്കുന്നവരെ ഒരിക്കലും നമ്മൾ തിരിച്ച് ശപിക്കരുതെന്ന് പറയും. അപ്പം അതുകൊണ്ട് ഇതാണ് ക്രിസ്ത്യാനികളായ നമ്മുടെ ഐഡൻറ്റിറ്റി ആയിട്ട് നിൽക്കുന്നത്. പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ട് തോന്നും. ഞാൻ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ട്, ഈ നൈജീരിയയിലെ പീഡനങ്ങൾ, കുട്ടികളെ ക്രിസ്ത്യാനികളായ കുട്ടികളെ പിടിച്ചുകൊണ്ട് പോകും, 100 പേര് പള്ളികളെ ആക്രമിക്കുന്നു, നമ്മുടെ വടക്കേന്ത്യ ചില സ്ഥലങ്ങളിൽ അപ്പോൾ ആക്രമിക്കുന്നു. പക്ഷെ ഭാരതത്തിലൊന്നും ഒരിക്കലും ക്രിസ്ത്യാനികൾക്കെതിരെ ശക്തമായ മതമർദ്ദനമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ റോമിലൊക്കെ ആ ക്രിസ്തീയ വംശത്തെ നശിപ്പിക്കാൻ വേണ്ടി തന്നെ രാജാക്കന്മാരും അധികാരികളും പരിശ്രമിച്ചിരുന്നു നൂറ്റാണ്ടുകൾ. പക്ഷെ അവർക്കൊന്നും സഭയെ ഇല്ലാതാക്കാൻ പറ്റിയില്ല. കാരണം ദൈവമാണ്, കർത്താവാണ് സഭയെ സ്ഥാപിച്ചിരിക്കുന്നത്. ആ ഒരു ബലിഷ്ഠമായ പാറയിലാണ് സഭയെ സ്ഥാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തകർക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത് ഈശോ ഇന്ന് നമുക്ക് നൽകുന്ന ഉപദേശം നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിക്കണം. കാരണം നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ സ്നേഹിക്കും, അവരെ നമ്മൾ ആദരിക്കും, അവരെ ബഹുമാനിക്കും, നമ്മളെ വെൽക്കം ചെയ്തെല്ലാം ചെയ്യും. പക്ഷെ നമ്മളെ വേദനിപ്പിക്കുന്നവരെ, വെറുക്കുന്നവരെ, വിഷമിപ്പിക്കുന്നവരെ, നമ്മൾക്ക് ദ്രോഹം ചെയ്യുന്നവരെ സ്നേഹിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ അവിടെയാണ് യേശുവിൻ്റെ വചനം, അതാണ് ഈശോ കാണിച്ചെന്ന മാതൃകയും. കുരിശിൽ കിടന്നുകൊണ്ട് തന്നെ കുരിശിലേറ്റിയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ മനസ്സും മനോഭാവവും. ഇതാണ് ക്രിസ്തു ശിഷ്യരായ നമ്മളെല്ലാവരും സ്വന്തമാക്കേണ്ട പുണ്യം. അതിന് ദൈവത്തിൻ്റെ കൃപ കൂടിയേ കഴിയും. ദൈവത്തിൻ്റെ ആത്മാവിനെ കൂടാതെ നമുക്ക് ശത്രുക്കളെ സ്നേഹിക്കാൻ പറ്റിയല്ല, നമ്മളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റിയല്ല, നമ്മളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കാൻ സാധിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിനെ കൂടാതെ സാധിക്കില്ല. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ക്രിസ്തീയ ജീവിതത്തിൽ വളരണമെങ്കിൽ
ദൈവാത്മാവിൽ നമ്മൾ നിറയണം. ആത്മീയ ശക്തി കൂടാതെ, ആത്മാവിൻ്റെ ബലം കൂടാതെ ഇതൊന്നും ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. വിശുദ്ധ തോമസ് മോറിനെ കുറിച്ച് പറയുന്നത് ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ കൊട്ടാരത്തിലെ ചാൻസലറായിരുന്നു അദ്ദേഹം ശുദ്ധനായ ഒരു കത്തോലിക്ക വിശ്വാസിയായിരുന്നു. പക്ഷേ ഹെൻറി 8 ചക്രവർത്തി അദ്ദേഹം കത്തോലിക്ക സഭയ്ക്കെതിരെ സമരം പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു അത് ശരിയല്ല. കാരണം ആ ഹെൻറി 8 ചക്രവർത്തി സഭയിലെ ഏറ്റവും അംഗീകരിക്കപ്പെട്ട ഒരു രാജാവായിരുന്നു. കാരണം അത്രമാത്രം സഭയ്ക്ക് വേണ്ടി ചെയ്തിരുന്ന ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിനൊരു പരാജയം വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉപേക്ഷിച്ച് വേറൊരു പെണ്ണിനെ കെട്ടണമെന്ന് പറഞ്ഞപ്പോൾ മാർപ്പാപ്പ പറഞ്ഞു, എനിക്ക് വിവാഹബന്ധം വേർപെടുത്താനുള്ള അധികാരമില്ല. ആ ഒറ്റ കാര്യത്തിൻ്റെ പേരിലാണ് മാർപ്പാപ്പയ്ക്ക് അധികാരമില്ല, ഞാൻ കെട്ടിക്കോളാം എന്ന് പറഞ്ഞ് അവനങ്ങോട്ട് കല്യാണം കഴിക്കുകയാണ്. ആ സഭയായിട്ടുള്ള ബന്ധം പിരിഞ്ഞ് ആംഗ്ലിക്കൻ സഭ തുടങ്ങുന്നതിൻ്റെ കാരണം അതാണ്. അപ്പം അത്രമാത്രം നിന്നും ആംഗ്ലിക്കൻ സഭയുണ്ട് ഇംഗ്ലണ്ടിൽ, തളർന്നുകൊണ്ടിരിക്കുക. പക്ഷേ അവർക്കെല്ലാം മനസ്സിലായി, കാരണം ഒരാളുടെ ഇഷ്ടത്തിനനുസരിച്ച് കർത്താവിൻ്റെ നിയമമൊന്നും മാറ്റാൻ സഭയ്ക്ക് അധികാരമില്ല. ഇല്ലാത്ത അധികാരം സഭ കൊടുക്കാനും പറ്റിയ മെത്രാനോട് പറഞ്ഞു എൻ്റെ മോചനം നൽകണം. അപ്പോൾ ആ വിവാഹമോചനം നൽകാൻ മെത്രാൻ പറഞ്ഞു എനിക്ക് അധികാരമില്ല. അവസാനം മാർപ്പാപ്പയ്ക്ക് എഴുതി. മാർപ്പാപ്പയും പറഞ്ഞു കർത്താവ് തരാത്ത അധികാരം ഉപയോഗിക്കാൻ എനിക്ക് പറ്റിയല്ല, അതുകൊണ്ട് എനിക്ക് ബന്ധം വേർപെടുത്താൻ പറ്റില്ല. പക്ഷേ അതുകൊണ്ട് അവൻ തന്നെ ബന്ധം വേർപെടുത്തി തൻ്റെ ഭാര്യയായിരുന്ന ആ ഭാര്യയുടെ അനിയത്തിയെ വിവാഹം കഴിക്കുകയാണ് ചെയ്തത്. പിന്നീട് അങ്ങനെയാണ് കത്തോലിക്ക സഭയിൽ നിന്ന് പോയത്. അപ്പം അതിൻ്റെ പേരിൽ കത്തോലിക്കരായ മെത്രാന്മാരെയൊക്കെ കൊന്നൊടുക്കി അദ്ദേഹം. കാരണം എന്താ, അവരാരും അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിന് നിന്നില്ല. അവസാനം ഈ ചാൻസലർ തോമസ് മോറും ഇങ്ങനെ വധിക്കപ്പെടാനായിട്ട് വിധിച്ചു. രാജാവിനെ കൊന്നുകളയാൻ പറഞ്ഞു, കാരണം അവൻ ശക്തനായൊരു നേതാവായിരുന്നു. അപ്പം അതുകൊണ്ട് തോമസ് മോറിനെ കൊല്ലാൻ വിധിച്ചു കഴിഞ്ഞപ്പോൾ ആ കൊല്ലാൻ കൊണ്ടുപോയി കൊലക്കളത്തിൽ നിൽക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ആരാച്ചാരനോട് പറയുകയാണ്, ഞാൻ ഈ എൻ്റെ താടിയുള്ള മനുഷ്യനായിരുന്നു, അപ്പോൾ ആ താടി മീശ ഞാൻ പൊക്കി പിടിക്കാം, കാരണം അതൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് നീ എന്നെ കൊല്ലുമ്പോൾ എൻ്റെ താടി മീശ മുറിയരുതെന്നോ എൻ്റെ അവസാനത്തെ ആഗ്രഹം. ആ മരണത്തിൻ്റെ മുമ്പിലും വളരെ കൂളായിട്ടാണ് തോമസ് മോർ നിന്നത്. അങ്ങനെ വാളിൻ്റെ വെട്ടേറ്റ് അവൻ മരിച്ചു വീഴുകയാണ്. അപ്പോഴെന്താ, രക്തസാക്ഷികളെല്ലാം വിശുദ്ധ ആഗ്നസിനെ കുറിച്ച് 19 വയസ്സുള്ള പെൺകുട്ടിയായിരുന്നു. പക്ഷെ അവൾ വളരെ സുന്ദരിയായിരുന്നു. അപ്പോൾ റോമൻ സാമ്രാജ്യത്തിലെ പേഗൻ ദൈവത്തിന് ബലിയർപ്പിക്കാൻ പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു ഞാൻ ചെയ്യില്ല, എൻ്റെ കർത്താവിനല്ലാതെ ഞാൻ എൻ്റെ കർത്താവായ ദൈവം ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് പാടില്ല, അതുകൊണ്ട് ഞാനത് ചെയ്യില്ല. രണ്ടാമത് അയാൾ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യും, എൻ്റെ മകനെ വിവാഹം കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, ഇല്ല, ഞാൻ കന്യാവ്രതം എടുത്ത ആളാണ്, ദൈവത്തിന് ഞാൻ എന്നെ തന്നെ പ്രതിഷ്ഠിച്ച വ്യക്തിയാണ്, അതുകൊണ്ട് ഞാൻ വിവാഹം ചെയ്യില്ല. അപ്പോഴാണ് ദേഷ്യം വന്ന് അവളെ കൊന്നുകളഞ്ഞ് പ്രത്യേകിച്ച് ഇന്ന് വിശുദ്ധ ആഗ്നസിൻ്റെ ജീവിതം. അപ്പം അത് ജനുവരി മാസം 21-ാം തീയതിയാണ് ആ വിശുദ്ധയുടെ തിരുനാൾ സാർവത്രിക സഭ ആചരിക്കുന്നത്. കാരണം 19 വയസ്സുള്ള മിടുക്കിയായ ധീരയായ ആ കന്യക ഈശോയ്ക്ക് വേണ്ടി മരണമാണ്. അവളും മരണനേരത്ത് പോലും യാതൊരു അസ്വസ്ഥതയും കൂടാതെ മരണം കൈവരിച്ചു. പക്ഷെ അവിടെയും ആ മരണനേരത്ത് അവള് തന്നെ വധിക്കാൻ വന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇതാണ് ക്രിസ്തീയ വിശ്വാസത്തിന്. എസ്തപ്പാനോസിന്റെ എസ്തപ്പാനോസിനെ കല്ലെറിയാൻ കൂട്ടുനിന്ന ആളാണ് പൗലോസ്. അന്ന് സാവൂളായിരുന്നു. അവന്റെ വസ്ത്രങ്ങൾ, എസ്തപ്പാനോസിന്റെ വസ്ത്രങ്ങൾ, കല്ലെറിയാൻ പോയവരുടെ വസ്ത്രങ്ങൾ സൂക്ഷിച്ചിരുന്ന ആളാണ് ഈ പറയുന്ന സാവൂൾ. ആ മരണത്തിന്റെ നേരത്തെ കല്ലെറിഞ്ഞ് വധിക്കപ്പെടുന്ന സമയത്തും എസ്തപ്പാനോസ് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി അവർക്ക് വേണ്ടി, പിതാവേ, ഈ കുറ്റം അവരുടെ മേൽ ആരോപിക്കരുതേ എന്ന് പറയുകയാണ് പിതാവിനോട്. അങ്ങനെ ദൈവത്തിന്റെ കരുണ പ്രാർത്ഥിക്കുന്ന എസ്തപ്പാനോസ്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ വിശുദ്ധരുടെ മാതൃകയാണത്. ഈശോ പറഞ്ഞ വചനം അവർ അതുപോലെ പാലിച്ചു. നമ്മുടെ ജീവിതത്തിലും ചെറുതും വലുതുമായ തരത്തിൽ ഇങ്ങനെ നമ്മളെ പീഡിപ്പിക്കുന്നവരെയും വിഷമിപ്പിക്കുന്നവരെയും നിന്ദിക്കുന്നവരെയും അപമാനിക്കുന്നവരെയൊക്കെ കാണാൻ സാധിക്കും. നമുക്ക് ദ്രോഹം ചെയ്യുന്നവരെ കാണും. പക്ഷേ കർത്താവേ, അവരോട് കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ കഴിയണം. ശപിക്കുന്നവരെ അനുഗ്രഹിക്കാൻ പറ്റണം. പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, സ്നേഹിക്കാൻ സാധിക്കണം. ഇതിനുള്ള കൃപയ്ക്കായി നമുക്കിന്ന് ഈ ബലിയിലും ആരാധനയിലും പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് സ്നേഹത്തിൻ്റെ ആത്മാവിനാൽ, കരുണയുടെ ആത്മാവിനാൽ, നന്മയുടെ ആത്മാവിനാൽ, ദയയുടെ ആത്മാവിനാൽ. കാരണം ദൈവാത്മാവിൻ്റെ 9 അല്ലെ 12 ഫലങ്ങൾ പറയുമ്പോൾ
ആ ഓരോന്നും ആത്മാവിൻ്റെ പ്രത്യേകതകളാണ്. ആത്മാവ് സ്നേഹമാണ്, സന്തോഷമാണ്, സമാധാനമാണ്. അപ്പം ഇതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ ക്വാളിറ്റീസ് കൂടിയാണ്, ആ സ്വഭാവം കൂടിയാണ്. ആ സ്വഭാവമുള്ള പരിശുദ്ധാത്മാവിൽ നമ്മൾ നിറഞ്ഞു കഴിയുമ്പോൾ നമ്മിൽ സ്നേഹമുണ്ടാകും, സന്തോഷമുണ്ടാകും, സമാധാനമുണ്ടാകും, ക്ഷമയുണ്ടാകും, ദയയുണ്ടാകും, നന്മയുണ്ടാകും, വിശ്വസ്തതയുണ്ടാകും, സൗമ്യതയുണ്ടാകും, ആത്മസംയമനോട്. ഈ കൃപകളൊക്കെ നമുക്ക് ലഭിക്കും. ആ ഒരു കൃപ നമ്മിൽ നിറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ജീവിതം മാറും, നമ്മുടെ പെരുമാറ്റങ്ങൾ മാറും, നമ്മുടെ ആ ഒരു മനോഭാവങ്ങൾ മാറും. നമുക്ക് പിന്നെ മറിച്ച് ചിന്തിക്കാൻ പറ്റുകയില്ല. അപ്പം അതുകൊണ്ട് ആ ഒരു കൃപയോടുകൂടി ജീവിക്കാൻ വേണ്ട അനുഗ്രഹത്തിനായി ആത്മാവിനെ നൽകി നിങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് കർത്താവിനോട് ഈ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് പ്രത്യേകമായി നമ്മുടെ കഴിഞ്ഞ ഒരു മാസത്തെ ജീവിതത്തിൽ ഏതെങ്കിലും തിന്മയുടെ ശക്തികൾ നമ്മുടെ ജീവിതത്തെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും പാപശക്തികളോ ഏതെങ്കിലും പൈശാചിക ശക്തികളോ രോഗശക്തികളോ ഏതെങ്കിലും നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, തിന്മയായ വികാരങ്ങൾ, നെഗറ്റീവ് എനർജികൾ നമ്മുടെ ശരീരത്തിലോ മനസ്സിലോ ആത്മാവിലോ കടന്നു കയറിയിട്ട് അതിൽ നിന്നെല്ലാം മോചിക്കപ്പെടാൻ പോവുകയാണ്. നമ്മളതിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, നിങ്ങളുടെ കൃപയുടെ ശക്തി എല്ലാ പാപശക്തികളിൽ നിന്നും, പൈശാചിക ശക്തികളിൽ നിന്നും, രോഗശക്തികളിൽ നിന്നും, വിരുദ്ധ ശക്തികളിൽ നിന്നും, എല്ലാ നെഗറ്റീവ് എനർജികളും ഞങ്ങളെ മോചിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം പറയുക. ഇടതുകരം നെഞ്ചിനോട് ചേർത്ത് പിടിച്ച് വലതുകരം അൾത്താരയിലേക്ക് നീട്ടി നിങ്ങൾ ഉത്തരം പറയുക. പിശാചിന്റെ ആധിപത്യത്തിൽ നിന്ന് മോചിതരാകുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? ഞാൻ ആഗ്രഹിക്കുന്നു. പൈശാചികമായ എല്ലാ കൂട്ടുകെട്ടുകളെയും ഉപേക്ഷിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? ഞാൻ ആഗ്രഹിക്കുന്നു. പാപവും പാപമാർഗങ്ങളും നിങ്ങൾ ഉപേക്ഷിക്കുന്നുവോ? ഞാൻ ഉപേക്ഷിക്കുന്നു. പാപത്തിന്റെ എല്ലാ സ്വാധീനങ്ങളും മോചിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നുവോ? ആഗ്രഹിക്കുന്നു. പൈശാചികമായ എല്ലാ സ്വാധീനങ്ങളും മോചിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നുവോ? ഞാൻ ആഗ്രഹിക്കുന്നു. ശാരീരികമായ എല്ലാ രോഗങ്ങളിൽ നിന്ന് മോചിക്കപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? ഞാൻ ആഗ്രഹിക്കുന്നു. സർവശക്തനും പിതാവുമായ ഏക ദൈവത്തെ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും കർത്താവുമായ ഈശോ മിശിഹായെ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായ കന്യകാമറിയത്തിൽ പിറന്നുവെന്ന് വിശ്വസിക്കുന്നുവോ? ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തുമെന്ന് വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നു. അവിടുന്ന് ജീവിക്കുന്നവരെ മൂന്നാം ദിവസം ഉത്ഥാനം ചെയ്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നുവോ? ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വേണ്ടി വരാനിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നുവോ? ഞാൻ വിശ്വസിക്കുന്നു. സത്യാത്മാവും ജീവദാതാവും വിടുതൽ നൽകുന്നവനുമായ പരിശുദ്ധാത്മാവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഞാൻ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹികവും സാർവത്രികവുമായ സഭയിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഞാൻ വിശ്വസിക്കുന്നു. പാപമോചനത്തിലെ മാമോദീസായിലും എല്ലാം വിശുദ്ധീകരിക്കുന്ന കൂദാശകളെ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നു. ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഞാൻ വിശ്വസിക്കുന്നു. യേശുവിന്റെ സ്വന്തമായി ജീവിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ബോധ്യത്തോടുകൂടി ഇരുകരങ്ങളും ഉയർത്തി പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സർവശക്തനും ഹല്ലേലൂയ, 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 ദൈവത്തിന്റെ നാമത്തിൽ, ആമേൻ. ഹല്ലേലൂയ, കർത്താവായ ഈശോ മിശിഹായുടെ നാമത്തിൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ജീവദായകനായ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോട് ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, വിശുദ്ധ ഔസേപിതാവിന്റെ, ഹല്ലേലൂയ, 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 മാലാഖമാരുടെ വിശുദ്ധരുടെ ആമേൻ. മധ്യസ്ഥതയിലും സംരക്ഷണയിലും ഹല്ലേലൂയ, ആശ്രയിച്ചുകൊണ്ട് ഹല്ലേലൂയ, വിശുദ്ധ സഭയ്ക്ക് കർത്താവ് നൽകിയിരിക്കുന്ന ഹല്ലേലൂയ, ആത്മീയ അധികാരത്തിൽ ഹല്ലേലൂയ, ആശ്രയിച്ചുകൊണ്ട് ഹല്ലേലൂയ, വിശുദ്ധ പൗരോഹിത്യത്തിലൂടെ ഹല്ലേലൂയ, എനിക്ക് ഹല്ലേലൂയ, നൽകപ്പെട്ടിരിക്കുന്ന ആമേൻ. ആത്മീയ കൃപയിലും ശക്തിയിലും ഹല്ലേലൂയ, 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 എല്ലാ പാപശക്തികളിൽ നിന്നും, ആമേൻ. പൈശാചിക ശക്തികളിൽ നിന്നും, ആമേൻ, രോഗശക്തികളിൽ നിന്നും ആമേൻ. നിങ്ങളുടെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഞാൻ ഹല്ലേലൂയ, മോചിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, പൈശാചിക ശക്തികളെ, നാരകീയ ഹല്ലേലൂയ, ശക്തികളെ, തിന്മയുടെ ആധിപത്യങ്ങളെ, മന്ത്രവാദങ്ങളെ, ആമേൻ. കുടുംബങ്ങളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, കൈവശങ്ങളെ,
ശക്തികളെ, ഹല്ലേലൂയ, ശക്തികളെ, രോഗശക്തികളെ, ആമേൻ, തീരാവ്യാധികൾ ഉണ്ടാക്കുന്ന ശക്തികളെ, ആമേൻ, മനസ്സിനെ ബന്ധിക്കുന്ന ശക്തികളെ, ആമേൻ, ആത്മാവിനെ ബന്ധിക്കുന്ന ശക്തികളെ, ആമേൻ, ശരീരത്തെ ബന്ധിക്കുന്ന ശക്തികളെ, ആമേൻ, കുടുംബങ്ങളെ ബന്ധിക്കുന്ന ശക്തികളെ, ആമേൻ, കർത്താവായ യേശുവിന്റെ നാമത്തിൽ ആമേൻ, ഹല്ലേലൂയ, ഞാൻ ശാസിച്ചു യേശുവിന്റെ നാമത്തിൽ നിർവീര്യമാക്കുകയും ആമേൻ, ഈ മക്കളെ ഉച്ചാടനം ചെയ്യുകയും കർത്താവിന്റെ നാമത്തിൽ കർത്താവിന്റെ കുരിശിന്റെ പാദങ്ങളിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. ആമേൻ, ഹല്ലേലൂയ, അത്യുന്നതനായ ദൈവം തന്റെ കൃപയാൽ ഇതെല്ലാം സംഭവിപ്പിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, രക്തത്താൽ നിങ്ങൾ വിശുദ്ധീകരിക്കും, ഹല്ലേലൂയ, നിങ്ങളുടെ വസ്തുവകൾ വിശുദ്ധീകരിക്കും. ആമേൻ, ഹല്ലേലൂയ, കർത്താവിന്റെ മഹത്വം നിറയട്ടെ, ഹല്ലേലൂയ, ആത്മീയ വിടുതൽ സംഭവിക്കട്ടെ, ഹല്ലേലൂയ, തടസ്സങ്ങൾ നീങ്ങി പോകട്ടെ, ഹല്ലേലൂയ, ശക്തികൾ നീങ്ങി പോകട്ടെ. ഹല്ലേലൂയ, കർത്താവിന്റെ മഹത്വത്തിന്റെ ശക്തിയാൽ നിങ്ങൾ അഭിഷേകം ചെയ്തതായി തീരട്ടെ. ഹല്ലേലൂയ, 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 ദൈവത്തിൻ ചൈതന്യമേ ഞങ്ങളിൽ വന്നു നിറഞ്ഞിടണേ. ദിവ്യമാം ദാനങ്ങളാൽ ഞങ്ങളെ ദിവ്യരായി മാറ്റണമേ. യേശുവിൻ ചൈതന്യമേ ഞങ്ങളിൽ വന്നു നിറഞ്ഞിടണേ. ദിവ്യമാം ദാനങ്ങളാൽ ഞങ്ങളെ ദിവ്യരായി മാറ്റണമേ. ചൈതന്യമേ ഞങ്ങളിൽ വന്നു നിറഞ്ഞിടണേ. ദിവ്യമാം ദാനങ്ങളാൽ ഞങ്ങളെ ദിവ്യരായി മാറ്റണമേ. കർത്താവിന്റെ മഹത്വത്തിന്റെ ശക്തി ബന്ധനങ്ങൾ അടിയട്ടെ. പാപശക്തികൾ നീങ്ങിപ്പോകട്ടെ, പാപഫലങ്ങൾ നീങ്ങിപ്പോകട്ടെ, ശിക്ഷകളിൽ നിന്ന് ഇളവ് ലഭിക്കേണ്ടത് മഹത്വത്തിന്റെ ശക്തി വരെ ആത്മീയമായി വിടുതൽ കർത്താവിന്റെ മഹത്വത്തിന്റെ ശക്തിയാണ് എല്ലാ ബന്ധനങ്ങളിൽ നിന്ന് നിങ്ങൾ മോചിക്കപ്പെടുകയും എല്ലാ പൈശാചിക പീഡകളിൽ നിന്ന് മോചിക്കപ്പെടുകയും രോഗപീഡകളിൽ നിന്ന് മോചിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ അഭിഷേകാരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ആത്മാവിൽ നിറയാൻ ദാഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ആരാധനയെ പങ്കുചേരാം. അണയും പാവന നിമിഷമിതാ തിരുജീവൻ പകരും നിർമ്മല നിമിഷമിതാ ഈശോ അണയും പാവന നിമിഷമിതാ തിരുജീവൻ പകരും നിർമ്മല നിമിഷമിതാ മമനാഥന സ്തുതി പാടിട മനവീ
വീട്ടി പാടിടാം മുട്ടുമേലായിരിക്കാം. നാഥന് സ്തുതി പാടിടാം മനവീണകൾ വീട്ടി പാടിടാം ഈശോ അണയും പാവന നിമിഷമിതാ വരേണമേ എന്നിൽ നിറയണമേ നാഥാ വരേണമേ എന്നിൽ നിറയണമേ നാഥാ വരേണമേ എന്നിൽ നിറയണമേ എൻ ജീവിത ദുഃഖങ്ങൾ തിരുകൈകളിലേകിടുന്നു എൻ ജീവിത ദുഃഖങ്ങൾ തിരുകൈകളിലേകിടുന്നു എൻ്റെ രോഗവും എൻ്റെ വേദനയും തിരുപാദത്തിലർപ്പിക്കുന്നു എൻ്റെ രോഗവും എൻ്റെ വേദനയും തിരുപാദത്തിലർപ്പിക്കുന്നു നാഥാ വരേണമേ എന്നിൽ നിറയണമേ നാഥാ വരേണമേ സൗഖ്യം തരേണമേ നാഥാ വരേണമേ അഭിഷേകം നൽകണമേ നാഥാ വരേണമേ അഭിഷേകം തരേണമേ നാഥാ വരേണമേ അഭിഷേകം നൽകണമേ നാഥാ വരേണമേ കൃപകൾ നൽകണമേ നാഥാ വരേണമേ കൃപകൾ നൽകണമേ നാഥാ വരേണമേ വരങ്ങൾ നൽകണമേ നാഥാ വരേണമേ വരങ്ങൾ നൽകണമേ വരേണമേ എന്നിൽ നിറയണമേ നാഥാ വരേണമേ എന്നിൽ നിറയണമേ അഭിഷേകമാരി ചൊരിയണമേ ഞങ്ങളിൽ ചൊരിയണമേ അഭിഷേകമാരി
ചൊരിയണമേ. ആത്മാഭിഷേകം നൽകണമേ, ഞങ്ങൾക്കു നൽകണമേ. ആത്മാഭിഷേകം നൽകണമേ, ഞങ്ങൾക്കു നൽകണമേ. വരദാന ഫലങ്ങൾ നൽകണമേ, ഞങ്ങൾക്കു നൽകണമേ. വരദാന ഫലങ്ങൾ നൽകണമേ, ഞങ്ങൾക്കു നൽകണമേ. അഭിഷേകം നൽകണമേ, അഭിഷേകം നൽകണമേ, അഭിഷേകം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, നിന്റെ മഹത്വമേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധിയിൽ ശാന്തമായിട്ടിരിക്കുക. ആത്മാഭിഷേകത്തിന് വേണ്ടി നമ്മൾ ദാഹിച്ച് പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കുമെന്ന് ഈശോ പറഞ്ഞു. ആ ആത്മാവിൻ്റെ നിറവിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ആത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. കർത്താവേ, ഞങ്ങളുടെ പരിശുദ്ധാത്മാവിന് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പരിശുദ്ധാത്മാവിന് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിന് ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും അഭിഷേകം ചെയ്യണമേ, നിറയ്ക്കണമേ. ആബാ പിതാവേ, ആബാ പിതാവേ, ആത്മാവിനെ എന്നിൽ വർഷിക്കണമേ. ആബാ പിതാവേ, ആബാ പിതാവേ, ആത്മാവിനെ എന്നിൽ വർഷിക്കണമേ. കൃപകളിൽ ഞങ്ങൾ നിറഞ്ഞിടാം, വരങ്ങളിൽ ഞങ്ങൾ വളർന്നിടാം. കൃപകളിൽ ഞങ്ങൾ നിറഞ്ഞിടാം, വരങ്ങളിൽ ഞങ്ങൾ വളർന്നിടാം. ആബാ പിതാവേ, ആബാ പിതാവേ, ആത്മാവിനെ എന്നിൽ വർഷിക്കണമേ. ആബാ പിതാവേ, ആബാ പിതാവേ, ആത്മാവിനെ എന്നിൽ വർഷിക്കണമേ. കൃപകളിൽ ഞങ്ങൾ നിറഞ്ഞിടാം,
യേശുവേ നാഥ യേശുവേ നാഥ ആത്മാവിനെ ഞങ്ങൾ ഏകേണമേ കൃപകളിൽ ഞങ്ങൾ നിറഞ്ഞിടാം വരങ്ങളിൽ ഞങ്ങൾ വളർന്നിടാം കൃപകളിൽ ഞങ്ങൾ നിറഞ്ഞിടാം വരങ്ങളിൽ ഞങ്ങൾ വളർന്നിടാം യേശുവേ നാഥ യേശുവേ നാഥ ആത്മാവിനെ ഞങ്ങൾ ഏകേണമേ യേശുവേ നാഥ യേശുവേ നാഥ ആത്മാവിനെ ഞങ്ങൾ ഏകേണമേ സ്നേഹത്തിൽ ഞങ്ങൾ നിറഞ്ഞിടാം ശാന്തിയിൽ ഞങ്ങൾ വളർന്നിടാം സ്നേഹത്തിൽ ഞങ്ങൾ നിറഞ്ഞിടാം ശാന്തിയിൽ ഞങ്ങൾ വളർന്നിടാം യേശുവേ നാഥ യേശുവേ നാഥ ആത്മാവിനെ എന്നിൽ വർഷിക്കണമേ യേശുവേ നാഥ യേശുവേ നാഥ ആത്മാവിനെ എന്നിൽ വർഷിക്കണമേ സ്നേഹന്മാരെ നിറച്ചതുപോ ആത്മാവിനെ ഞങ്ങൾ ഏകേണമേ സ്നേഹന്മാരെ നിറച്ചതുപോ ആത്മാവിനെ ഞങ്ങൾ ഏകേണമേ യേശുവേ നാഥ യേശുവേ നാഥ ആത്മാവിനെ ഞങ്ങൾ ഏകേണമേ യേശുവേ നാഥ യേശുവേ നാഥ ആത്മാവിനെ ഞങ്ങൾ ഏകേണമേ വരദാന ഫലങ്ങൾ നൽകിടുവാൻ ആത്മാവിനെ ഞങ്ങൾ ഏകേണമേ വരദാന ഫലങ്ങൾ നൽകിടുവാൻ ആത്മാവിനെ ഞങ്ങൾ ഏകേണമേ യേശുവേ നാഥ യേശുവേ നാഥ ആത്മാവിനെ ഞങ്ങൾ ഏകേണമേ യേശുവേ നാഥ യേശുവേ നാഥ ആത്മാവിനെ ഞങ്ങൾ ഏകേണമേ ഹല്ലേലൂയ 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 കർത്താവിന്റെ ശക്തി അപേക്ഷിച്ചിരിക്കുന്ന മക്കളുടെ മേൽ കർത്താവിന്റെ ശക്തി എല്ലാ മക്കളുടെ മേൽ വെച്ചിരിക്കാൻ വെച്ചിരിക്കുന്ന വസ്തുക്കളുടെ മേൽ വന്ന് നിറയട്ടെ. ആമേൻ ഹല്ലേലൂയ കർത്താവിന്റെ ശക്തി ആലയത്തിൽ വന്ന് നിറയട്ടെ. ഹല്ലേലൂയ കർത്താവിന്റെ ശക്തി ശുശ്രൂഷകളുടെ മേൽ വന്ന് നിറയട്ടെ. ആമേൻ ഹല്ലേലൂയ സമർപ്പിതരുടെ മേൽ വന്ന് നിറയട്ടെ. ആമേൻ ആമേൻ കർത്താവിന്റെ ശക്തി കർത്താവിന്റെ ശക്തി ആ ജൂബിലി ആദരണത്തിന്റെ മേൽ വന്ന് നിറയട്ടെ. ഹല്ലേലൂയ കർത്താവിന്റെ ശക്തി ഞങ്ങളുടെ കുട്ടികളുടെ ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവിന്റെ ശക്തി ഹല്ലേലൂയ 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 യേശുവേ ആരാധന ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ Thank you, Jesus. Thank you, Jesus. Thank you, Jesus.
ആത്മാവിൽ നിറയുന്നതിന് വേണ്ടി ദാഹത്തോടെ ഈശോയോട് നമ്മൾ പ്രാർത്ഥിക്കും. പാവനാത്മാവേ, ശൂന്യത നിറയുമീ എൻ ഹൃദയത്തിൽ, ജീവനില്ലാത്തോരോ എൻ ജീവിതത്തിൽ നിറഞ്ഞിടുക. എൻ്റെ മോഹം മാറ്റുക, എൻ്റെ ദാഹം തീർക്കുക. പാവനാത്മാവേ, എന്നിൽ നീ നിറഞ്ഞിടുക. ഓ പാവനാത്മാവേ, ശൂന്യത നിറയുമീ എൻ ഹൃദയത്തിൽ, ജീവനില്ലാത്ത ജീവിതത്തിൽ വീശിടുക. വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക. പാവനാത്മാവേ, എന്നിൽ നീ നിറഞ്ഞിടുക. Holy Spirit, Hallelujah, hallelujah, hallelujah. oh Holy Spirit, come and abide with me on Fill this. us with the power. Oh Holy Spirit, Fill us. come and abide with me on this. Amen. Fill us with your power, Holy Spirit. Oh, Holy Spirit, fill us with your power. Fill us. Hallelujah, hallelujah, hallelujah. Oh Heavenly Father, oh loving Father, oh mighty Father, in the name of Jesus your Son, we ask you and pray, send your Spirit upon all the people who are here. Hallelujah, hallelujah. Anoint everyone with your power. Anoint everyone with your power. May the Spirit of the Lord come upon you, remain with you now and forever. Hallelujah, hallelujah. May the Spirit of the Lord come upon you and remain with you now and forever. Hallelujah, May hallelujah. the Spirit of the Lord come upon you and remain with you now and forever. പാവനാത്മാവേ, ശൂന്യത നിറയുമീ താഴ്വരയിൽ, ജീവനില്ലാത്ത എൻ ജീവിതത്തിന്മേൽ വീശിടുക. വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക. നീ എന്നിൽ നിറഞ്ഞിടുക. കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ വലതുകരം തലയുടെ മുകളിൽ വെച്ച് അതിന്റെ മുകളിൽ ഇടതുകരം വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അഭിഷേക പ്രാർത്ഥനയുടെ സമയം. ഓ ഹെവൻലി ഫാദർ,
Oh glorious Father, Almighty Father, we thank you and praise you Amen. for the promise of the Holy Spirit. Amen. Hallelujah. The mighty name of Jesus, your Son, uniting ourselves with Jesus, our Lord and Savior. We ask you, Father, we humbly pray, send your Spirit upon these people and anoint everyone with your power. Amen. കർത്താവിന്റെ മഹത്വത്തിന്റെ ശക്തി ഇപ്പോൾ ഈ മക്കളിൽ വന്ന് നിറയണം. Amen. ഇവിടെ തല മുതൽ പാദം വരെ എല്ലാ അംശങ്ങളിലേക്ക് ശക്തി വ്യാപരിക്കട്ടെ, അഭിഷേക ശക്തി വ്യാപരിക്കട്ടെ, പുതു ചൈതന്യം ലഭിക്കട്ടെ. ആ ദൈവിക പ്രകാശവരെ വലയം ചെയ്യട്ടെ. മഹത്വത്തിന്റെ ശക്തിയാൽ ഇവരെല്ലാവരും നിറയട്ടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകമായ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് അങ്ങയുടെ ഈ ദാസരുടെ മേൽ ആവസിച്ച് ഇവരെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. ഇതുവഴി ഇവർ പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങളാൽ നിറയട്ടെ. ജ്ഞാനവും ബുദ്ധിയും ആലോചനയും അറിവും ആത്മശക്തിയും ഭക്തിയും ദൈവഭയവും ഇവർക്ക് ലഭിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ ശക്തി പ്രാപിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളായ സ്നേഹവും സന്തോഷവും സമാധാനവും ക്ഷമയും ദയയും നന്മയും വിശ്വസ്തതയും സൗമ്യതയും ഇവരിൽ നിറയട്ടെ. നമ്മുടെ കൃപകളാൽ ഇവർ അനുഗ്രഹീതരും. എല്ലാ ആപത്തുകളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്നും, പൈശാചിക പീഡകളിൽ നിന്ന്, ദുഷ്ടതയുടെ കെട്ടുകളിൽ നിന്ന്, പീഡകളിൽ നിന്ന് ഇവർ സംരക്ഷിതരായ ഇവിടെ ആത്മാവും മനസ്സും ശരീരവും ആത്മാവിനാൽ അഭിഷേചിതമായി തീരട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പാവനാത്മാവേ, ശൂന്യത നിറയുമേ താഴ്വരയിൽ, ജീവനില്ലാത്ത എൻ ജീവിതത്തിൽ വീശിടുക. വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക. പാവനാത്മാവേ, എന്നിൽ നീ നിറഞ്ഞിടുക. പാവനാത്മാവേ, എന്നിൽ നീ നിറഞ്ഞിടുക. ഇവിടെ അപേക്ഷകൾ എഴുതിയിരിക്കുന്ന മക്കളുടെ മേൽ അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ നിറവും അഭിഷേകവും വഴി അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടി കർത്താവിന്റെ കരുണ ഇവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആൻമരിയ സെബാസ്റ്റ്യൻ, ബെന്നറ്റ്, എബിൻ ജോർജ്, ബിനി, പ്രീതിരാജ്, പ്രിൻസ്, ജിജി പൗലോസ്, അനു തോമസ്, ജിബിൻ, അന്റോണിയോ, എയ്ഡൻ, അലീന റോസ്, ലിൻസൺ, ഫ്രാൻസിസ്, കാർമലി, ജോഷി, ആനി, റോക്കി, ഫാബി, അഡ്രീന, തെരേസ ഫാമി, ആഷ്നി മരിയ, ജെഫ്രി, ടീന, റോണി, ഡിക്സ്, അന്ന, സാമുവൽ, സൂസൻ, ജേക്കബ്, സൂസൻ ആൻ, ഡേവിഡ്, ജോൺ, എലിസബത്ത്, സഫാനിയ, ടാനിയ, ട്രിസ്റ്റർ, സ്മിത ജോർജ്, അശ്വിൻ, അനില, ഡാൻഡോ, അഡോൺ, ജോവാന, നെബിൻ, ജൈജു, റോസ്ലി ജോസഫ്, ലിസി വർക്കി, ആൻവിൻ, എമിൻ, എബിൻ, ആശംസ, സിന്ധു, സ്നേഹ, സെബിൻ, ഡേവിഡ്, സാന്ദ്ര, ജേക്കബ്, ലീലാമ, ടെൻസൺ, ഫ്രെഡറി, റാണി മരിയ, റോസ് മരിയ, എൽസ മരിയ, ഫിലോമിന, ബിന്ദു ഡെയ്മൻ, ഫെബി, ലിജി, ഫ്ലവർലെറ്റ്, ഏഞ്ചൽ, അക്ഷയ റോസ്, അന്ന, രാജി ആന്റണി, ലിസ്ബേൽ, ലിയാൻ, സെബാസ്റ്റ്യൻ, റോസ്മേരി, ചിൻസ്, ഏഞ്ചൽ, എഡ്വിൻ, ഹെലേന, അന്ന, ഡെൻസിൽ, കാൽവിൻ, കിരൺ, വരുൺ, ഡാനി ആൻഡ് ഹേസൽ, സോബി, ഡൈൻഡ്, അമൽ, സോളി, ആൻഡ്രിയ, ആദർശ്, മാർട്ടിൻ, അലീന, ജോയൽ, സോണിയ, ജാസ്മിൻ ജോർജ്, ലിസി, നൈസി, ലിൻസി, ദിയോ, ദിയ, ആൻഡു, സിസ്റ്റർ ഫെലസ്റ്റി,
എന്നിവരെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് കർത്താവിൻ്റെ നാമത്തിൽ വലതുകര അൾത്താരയിലേക്ക് നീട്ടി അപേക്ഷകളുടെ മേൽ ആത്മാവ് നിറയുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചു. ആമേൻ. നമുക്കെല്ലാവർക്കും മുട്ടുമേൽ നിൽക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളുടെ മേലും കർത്താവിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്ന സമയമാണ്. ഈശോ പറയുന്നത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണ്ടി, ഇവിടെ ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ അവരെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വലതുകരം ഉയർത്തി യേശുനാമത്തിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈ ആലയത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ ഈശോ പറയുന്നു. ആലയത്തിന് എല്ലാ ശുശ്രൂഷകർക്കും വേണ്ടി ഒരു നിമിഷം കർത്താവേ, ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. സമാധാനത്തിൻ്റെ ദൈവമേ, ഞങ്ങളുടെ സമാധാനത്തിൻ്റെ ദൂതൻ ഈ ആലയത്തിന് ഇതിന് ചുറ്റും കാവലായി നിൽക്കട്ടെ. കൃപയുടെ ദൂതന്മാരുടെ ശക്തമായ ഇടപെടൽ വഴി ഇത് പ്രവേശിക്കുന്നവരുടെ എല്ലാ ദുരാത്മാക്കളും ദുഷ്ടാരൂപികളും വിരുദ്ധതയുടെ ശക്തികളും നീങ്ങിമാറുമാറാകട്ടെ. അത്ഭുതകരമായ മാനസാന്തരം ഈ ആലയത്തിൽ സംഭവിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങളിൽ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആവേ 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 മരിയ ആവേ 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 മരിയ നിൻ സ്വന്തമമ്മേ ഓ മേരി നിർമ്മലി തൃക്കന്മാർക്കെന്നേ
ആവേ 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 മരിയ ആവേ 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 മരിയ വിവിധ യാത്രയിൽ കൈവിടാതെന്നെ കാത്തുകൊള്ളണമേ മേരി മാതാവേ ആവേ 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 മരിയ ആവേ 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 മരിയ